നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 319 319. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 319. ഇന്ന് തൃതീയ സ്കന്ധത്തിൽ 32-ാം അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽക്ക് പറയണം. അപ്പോൾ ശ്ലോകം 27. ഏതാവനേവ യോഗേന സമഗ്രേണേഹ യോഗിന യുജ്യതേ അഭിമതോപ്യർത്ഥോ യതസംഗസ്തു കൃഷ്ണശാ. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ എല്ലാറ്റിൽ നിന്നും സംഘരഹിതനായിരിക്കുക എന്നത് യാതൊന്നു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്താലോ അത്യന്തം വിജയമാണത്, വിജയപ്രദമാണ്. അപ്പോൾ സംഘരഹിതനായിരിക്കുക എന്നത് യാതൊന്നു സമസ്തമായ യോഗത്താൽ ഇത്രമാത്രമുള്ള അഭീഷ്ടമായ പ്രയോജനം. അഭീഷ്ടമായത് എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടതെന്നർത്ഥം. അത്യാവശ്യം അവശ്യം വേണ്ടതെന്ന് തന്നെ പറയണം. യോഗിക്ക് അഭീഷ്ടമായ പ്രയോജനം, യോഗിക്ക് നമ്മൾ ആ നിലയിലേക്ക് ഉയരണം, യോഗിയായി തീരണം, സിദ്ധിക്കുന്നു എന്നത് സുപ്രസിദ്ധമാണ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, നാനാരൂപങ്ങളായി കാണപ്പെടുന്നത് സർവവും പരബ്രഹ്മം ഒന്നു തന്നെയാണെങ്കിൽ അത് നിത്യസിദ്ധമായിരിക്കുന്നുവല്ലോ. അതിനെ പ്രാപിക്കുവാനുള്ള സാധനങ്ങളായ യോഗങ്ങളെ എന്തിനായി അഭ്യസിക്കുന്നു? ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണത്. അതിൻ്റെ ഉത്തരം നമ്മളെ പിടിച്ച് കുലുക്കും, നോക്കിക്കോളൂ, എന്നുള്ള ശങ്കയെ പരിഹരിക്കുന്നു. ബ്രഹ്മപ്രാപ്തിക്ക് ഉപായങ്ങളായി പറയപ്പെടുന്ന ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ഇങ്ങനെ 4 എന്നിങ്ങനെയുള്ള സകല യോഗങ്ങൾ കൊണ്ടും യോഗികൾ സാധിക്കുന്ന സംഗതി ഒന്നു മാത്രമാകുന്നു. ജ്ഞാനയോഗ ആയിക്കോട്ടെ, അഷ്ടാംഗയോഗ ആയിക്കോട്ടെ, കർമ്മയോഗമായിക്കോട്ടെ, ഭക്തിയോഗമായിക്കോട്ടെ, ഏതായാലും ഉദ്ദേശം മുമുക്ഷുത്വമാണ്. അപ്പോൾ ധർമാർത്ഥ കാമത്തിൽ ചുരുങ്ങാതെ കണ്ട് മുമുക്ഷത്വത്തിലേക്ക് നമുക്ക് എത്തണം. ആയത് സർവത്തിൽ നിന്നും ആസക്തിയില്ലാത്തവനായിരിക്കുക എന്നത് തന്നെ. സർവത്തിൽ നിന്നും ഒന്നിലും ആസക്തി ഉണ്ടാവരുത്. അത് സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ മീതെ സാധിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ബ്രഹ്മമേ സർവമായിരിക്കെ ഓരോന്നിൽ പ്രിയമാനവും മറ്റോരോന്നിൽ അപ്രിയാഭിമാനവും തോന്നുന്നതിനെ പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞാൽ, അതായത് ഒന്ന് ഗുഡ്, ഒന്ന് ബെറ്റർ, ഒന്ന് ബെസ്റ്റ് എന്ന് പറയരുത്. ദി ബെസ്റ്റ് ഏതാ? ഭക്തിയോഗം. ഭക്തിയോഗം കൊണ്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു പാപമില്ല. അപ്പോൾ ഭക്തിയോഗം കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. നിത്യസിദ്ധമായിരിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരത്തെ നിരോധിക്കുന്നത് വിഷയാസക്തി എന്ന മനോദോഷമാകുന്നു. മനസ്സിൻ്റെ ദോഷം വിഷയാസക്തി. വിഷയാസക്തി വന്നാൽ നശിച്ചു മനുഷ്യൻ. അതിനെ ജയിപ്പാനുള്ള ഉപായത്തെ യോഗമെന്ന് പറയുന്നു. വിഷയാസക്തിയെ ജയിക്കാനുള്ള ഉപായമാണ് യോഗം. മനസ്സിലായില്ലേ? അല്ലാതെ യോഗം കൊണ്ട് ബ്രഹ്മത്തെ പ്രാപിക്കുകയല്ല, അത് സാധിക്കില്ല. സ്വരൂപമേ ബ്രഹ്മമായിരിക്കെ അത് പ്രാപിക്കുന്നതാര്? നമ്മൾ ബ്രഹ്മസ്വരൂപികളാണ് ഉള്ളിലെ. പക്ഷെ പുറത്ത് മായയിൽ കുടുങ്ങ കാരണം സ്വതസിദ്ധമായ ബ്രഹ്മത്തിൻ്റെ ആനന്ദം നമുക്ക് നഷ്ടം വരണം. അപ്പോൾ പറഞ്ഞു, സ്വരൂപത്തെ മറയ്ക്കുന്ന ആവരണം വിഷയാസക്തിയാകുന്നു. കള്ളു കുടിക്കണം, ചൂത് കളിക്കണം, സ്ത്രീ സേവ ചെയ്യണം, പുരുഷ സേവ ചെയ്യണം, ഇങ്ങനെയുള്ള
പ്രശ്നങ്ങളാണ് സ്വരൂപത്തെ മറിക്കണത്. അപ്പം പറയണു അത് അന്ധകരണ വികൃത രൂപമാണ്. അത് അന്ധകരണ വികൃത രൂപമാണ്. അതിനെ നിരോധിക്കുന്നത് തന്നെ യോഗം കൊണ്ടുള്ള പ്രയോജനം. അതായത് ഈ ഏതാണ് വികൃതം അതിനെ നമ്മൾ മാറ്റി നിർത്തണം. ആസക്തി നിരോധം യോഗത്താൽ സിദ്ധമായാൽ മേഘങ്ങളുടെ ആവരണം നീങ്ങുമ്പോൾ സൂര്യനെന്ന പോലെ ബ്രഹ്മം സ്വയമേവ വിളങ്ങുന്നു എന്ന് സാരം. എത്ര രസമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 28ാമത്തെ ശ്ലോകം. ജ്ഞാനം ഏകം പരാചീനൈരിന്ദ്രിയൈർ ബ്രഹ്മ നിർഗുണം. ബ്രഹ്മ നിർഗുണം, എല്ലാറ്റിനും വെച്ച് മേലെയാണത്. അവഭാദ്യർത്ഥരൂപേണ ഭ്രാന്ത്യാ ശബ്ദാദിധർമ്മിണാം. ശബ്ദാദിധർമ്മിണ, ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ധർമ്മം ആചരിക്കണം, ധർമ്മം അനുഷ്ഠിക്കണം അല്ലേ. വിശുപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായോ? വിശുപ്പ് മാറാനുള്ള വിദ്യ വേണ്ടേ? അപ്പോൾ പറഞ്ഞു പരാചീനേ എന്ന് പറഞ്ഞാൽ ബഹിർമുഖങ്ങളായ ഒന്നിനെ തന്നെ പലതായി തോന്നുന്ന ഇന്ദ്രിയങ്ങൾ ഹേതുവായിട്ടുള്ള ഭ്രമത്താൽ ഭ്രാന്തി, ശബ്ദാദിധർമ്മത്തോടുകൂടിയ അർത്ഥസ്വരൂപമായിട്ട് ഗുണാതീതവും ഏകവുമായ അറിവ് തന്നെ പ്രകാശിക്കുന്നു. ഇതാണ് അതിൻ്റെ ക്രസ്റ്റ്. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം. എല്ലാം ബ്രഹ്മമല്ലേ, അപ്പോൾ ആസക്തിയെ എന്തിനായി നിരോധിക്കുന്നു എന്ന് ചിലവർ ചോദിക്കാം. ആഗ്രഹിക്കുന്ന മനസ്സും വിഷയവും ബ്രഹ്മമായതുകൊണ്ട് ആസക്തി നിരോധ പ്രയത്നം നിഷ്ഫലമല്ലയോ എന്നാണ് ശങ്കാസ്വരൂപം. ഇതിന് സമാധാനമാണ് ഈ ശ്ലോകം. എന്താ? നേത്രാദികളായ ഇന്ദ്രിയങ്ങൾ കൂടെ പുറമേ പ്രസരിക്കുന്ന മനോവൃത്തി, മനസ്സ് വ്യാപരിക്കുന്നത് ഇന്ദ്രിയങ്ങളിൽ കൂടെയും ചാറ്റ് ചെയ്യുമ്പോഴൊരു സുഖം ആൾക്കാർക്ക് അല്ലേ. ചിലർ പറയും വീഡിയോ കാളിൽ വരട്ടെ. എന്താ കാണാനുള്ളത് വീഡിയോ കാളിൽ? അപ്പം മനോവൃത്തി ഹൃദയ അന്തർവർത്തിയും സത്വാദികളായ ഗുണങ്ങളിൽ നിന്ന് അതീതവുമായ ജ്ഞാനത്തെ സർവാത്മാവായും. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ ശ്ലോകം ഒന്നിനോടൊന്ന് ഗഹനമായിട്ടുള്ളതാണ്. അപ്പോൾ അതീതവുമായ ജ്ഞാനത്തെ സർവാത്മാവായും, അറിവിനെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. അറിവിനെ, സംശുദ്ധമായ അറിവിനെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. അപ്പോൾ ധർമ്മങ്ങളോടുകൂടിയ ആകാശാദി പഞ്ചഭൂതങ്ങളായിട്ട് കാണപ്പെടുന്നത് സർവവും ഏകമായ ജ്ഞാനമാണെന്ന് അറിയുന്നില്ല. ശബ്ദാദി വിഷയങ്ങളും അവയുടെ ആശ്രയമായ പഞ്ചഭൂതങ്ങളും അവയുടെ സമ്മേളനത്താലുണ്ടായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും ജ്ഞാനാൽ ഭിന്ന വസ്തുക്കളാണെന്ന്, അറിവ് കൊണ്ട് ഭിന്ന വസ്തുക്കളാണെന്ന് തെറ്റായിട്ട് ധരിക്കണമെന്നാണ്. ശരിക്കും ധരിക്കണില്ല. അപ്പോൾ ദേവൻ, മനുഷ്യൻ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവ വെവ്വേറെ എന്ന് തോന്നുന്നു. ആ വക ശരീരങ്ങളിൽ ഞാനെന്നും എൻ്റേതെന്നും അഭിമാനിക്കുന്നു. ഈ അഭിമാന നിമിത്തം ജീവാത്മാവിന് ബന്ധനം ഭവിക്കുന്നു. കാരാഗ്രഹവാസം എന്നാണ് പറയുക അതിന്. കാരാഗ്രഹത്തിൽ വസിക്കുന്ന പോലെ ചൂതുകളിയാണെങ്കിലും സ്ത്രീ സേവയാണെങ്കിലും മധുപാനമാണെങ്കിലും. അതിനാൽ ഭേദഭാവത്തെ നിരോധിപ്പാനുള്ള യത്നം മോക്ഷേച്ഛയുള്ള പുരുഷനാൽ കർത്തവ്യം തന്നെ. പഞ്ചഭൂതാത്മക ദേഹവും ലോകവും ഏകമായ ജ്ഞാനസ്വരൂപത്തിൻ്റെ രൂപഭേദമാണെന്നുള്ള സ്വ അനുഭവം തന്നെ ബ്രഹ്മസാക്ഷാത്കാരമെന്ന് പറയപ്പെടുന്നത്. പലതിനെയും ഒന്നായിട്ട് കാണാം. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ മണക്കുന്നു, ഞാൻ ആസ്വദിക്കുന്നു, അല്ലേ? ഇതൊക്കെ ഈ ഉള്ളിലുള്ള അറിവ് ഉള്ളതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ എങ്ങനെ കേൾക്കുക, എങ്ങനെ കാണുക, എങ്ങനെ സ്മെല്ല് ചെയ്യുക, എങ്ങനെ രസം അനുഭവിക്കുക, ടേസ്റ്റ് എങ്ങനെ അനുഭവിക്കുക, എങ്ങനെയാണ് സുഖസ്പർശം ആസ്വദിക്കുക? മരിച്ചൊരാളുടെ കയ്യെ തലോടുമ്പോൾ അയാൾക്ക് വല്ല സുഖമുണ്ടോ? തലോടുന്ന ആൾക്ക് വല്ല സുഖമുണ്ടോ? ജീവനുള്ള ഒരാളെ തലോടുമ്പോഴല്ലേ ഇക്കിളിയാവണത്.
ഇനി അതുമാണല്ലോ പറയാം. പക്ഷെ അതിൽ കുടുങ്ങരുത് എന്നാണ്. അപ്പോൾ മനോവൃത്തി മനസ്സിൻ്റെ വൃത്തി ഇന്ദ്രിയങ്ങളിൽ കൂടെ ബാഹ്യപദാർത്ഥങ്ങളെ ജ്ഞാന ഭിന്നങ്ങളായിട്ട് തെറ്റായി ധരിക്കുന്നതിനെ നിരോധിക്കുവാനുള്ള യത്നം. യോഗാഭ്യാസം പ്രബലപ്പെടുമ്പോൾ ഭ്രമം നശിക്കുന്നു, സ്വാത്മാനുഭൂതി ഉണ്ടാകുന്നു. അതുകൊണ്ട് മുമുക്ഷുക്കൾ ഭ്രമനിവൃത്തിക്കായി പ്രയത്നിക്കുക തന്നെ വേണം. അത് അവരവർ ചെയ്യണം. ഇപ്പോൾ സപ്താഹങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട്. ഊണിൻ്റെ രുചി കൊടുത്ത കാശ് മുതലാക്കണം എന്നല്ലാതെ കണ്ട് ചിലവർ പറയും ഈ വർഷത്തെ എന്താ പറയുക, ഈ വർഷത്തെ ആചാര്യൻ ബഹുകേമൻ. നമ്മൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട് ഭാഗവതത്തിനെ പറ്റിയിട്ട്? ഭഗവാൻ ഉവാച എത്ര ആൾ വായിച്ചിട്ടുണ്ട്? 29ാമത്തെ ശ്ലോകം. യഥാ മഹാനഹം രൂപ സ്ത്രീവൃത് പഞ്ചവിധസ്വരാട് ഏകാദശവിധസ്തസ്യ വപുരണ്ഡം ജഗദ്യതാ. മഹത്ത് തത്വം അഹങ്കാരതത്വം ഒക്കെ ത്വം ത്രിഗുണസ്വരൂപം 5 വിധത്തിലിരിക്കുന്നത് 11 വിധത്തിലിരിക്കുന്നത് സ്വതേ വിളങ്ങുന്നവനാകുന്നു. യാതൊന്നു ഹേതുവായിട്ട് അണ്ഡരൂപമായ ലോകം അവൻ്റെ ദേഹം. അണ്ഡരൂപമാകുന്ന ലോകമാണ് നമ്മുടെ ദേഹം, അല്ലെങ്കിൽ ഭഗവാന്റെ ദേഹം, വിരാട് സ്വരൂപം. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. ഏകമായ പരമാർത്ഥ തത്വം തന്നെ സർവപദാർത്ഥ സ്വരൂപമായി കാണപ്പെടുന്നതിനെ ഉദാഹരിച്ച് കാണിക്കുന്നു. അന്യാപേക്ഷ കൂടാതെ എന്നെന്നും പ്രകാശസ്വരൂപമായും. ആ അന്യാപേക്ഷ എന്നുള്ളത് ആരും തിരി നീട്ടണില്ല, എണ്ണ ഒഴിക്കണില്ല, ലൈറ്റർ കത്തിക്കണില്ല. അപ്പോൾ അന്യാപേക്ഷ കൂടാതെ എന്നെന്നും, കർക്കിടക മാസമാണെങ്കിലും ശരി, മേടമാസം ആണെങ്കിലും ശരി അല്ലേ, പ്രകാശരൂപമായ രീതിയിൽ അത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്യാപേക്ഷ കൂടാതെ എന്നെന്നും പ്രകാശസ്വരൂപമായും അന്യങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമായിരിക്കുന്ന, മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുന്നത് സ്വന്തം ശരീരത്തിലുള്ള ചൈതന്യമാണ്, ക്ഷേത്രത്തിലെ ബിംബമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കൃഷ്ണാന്നോ രാമാന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അത് ആരെന്നെ വിളിക്കുന്നത്? നമ്മുടെ ചൈതന്യത്തിനെ. അപ്പോൾ ഒരു ഭാഗം പ്ലെയിനും ഒരു ഭാഗം രൂപവും ഉള്ള വിഗ്രഹത്തെ കണ്ടതുകൊണ്ട് ആ വിഗ്രഹം നമ്മളെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ആരൊക്കെ വന്നു എന്നുള്ളത് CCTV നോക്കേണ്ടി വരുന്നല്ലാതെ കണ്ട് വിഗ്രഹത്തിന് നമ്മളെപ്പോലെ വിശേഷണ ഗ്രഹിക്കേണ്ട ചൈതന്യം വിഗ്രഹത്തിലില്ല, ആരോപിക്കപ്പെട്ടതാണ്. അപ്പോൾ അന്യങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമായിരിക്കുന്നതിനാൽ സമഷ്ടി സ്വരൂപനായ പരമേശ്വരന് സ്വരാട് എന്ന പേർ. സ്വരാട് ഏകമായ ആ പരതത്വം ആദ്യം മഹത്തത്വമായിട്ടും പിന്നെ അഹങ്കാരമായിട്ടും സത്വരജസ്തമോ ഗുണങ്ങളുടെ 3 1 2 3 സമഷ്ടി രൂപമായും ആകാശാദി പഞ്ചമഹാഭൂതങ്ങളായിട്ടും ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ 5 മനസ്സ് എന്നിങ്ങനെ 11 ലോകത്തിൽ കാണപ്പെടുന്നു. ഈ കാണുന്ന സകലത്തിലും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് പരമേശ്വരൻ സമഷ്ടി സ്വരൂപനും ബ്രഹ്മാണ്ഡാത്മകമായ ലോകം ഓരോന്നും വ്യഷ്ടി സ്വരൂപവും പരമേശ്വരൻ്റെ ശരീരവുമാകുന്നു എന്നായി. ഇനി 30ാമത്തെ ശ്ലോകം. എന്താ അത്? ഏതദ് ശ്രദ്ധയ ഭക്തിയ യോഗാഭ്യാസേന നിത്യശ. ആ ഒരു വാക്ക് ഈ 52 ആഴ്ചകളാണ് ഒരു വർഷത്തിന് അല്ലേ? 52. അപ്പോൾ ഒരാഴ്ച സപ്താഹം, വർഷത്തിലൊരു സപ്താഹം കൊണ്ടായില്ല. സദാസേവ്യ നിത്യശ. അപ്പോൾ ശ്രദ്ധയോടും ഭക്തിയോടും നിരന്തരം യോഗാഭ്യാസത്തോടും വൈരാഗ്യത്തോടുകൂടെ അടക്കിയിരിക്കുന്ന മനസ്സോടുകൂടിയവനും, മനസ്സിനെ അടക്കണം, വിഷയാസക്തി വിട്ടവനുമായിട്ട് ഇങ്ങനെ
നന്നായിട്ട് കാണുന്നു നിശ്ചയം. ദി ഡെപ്ത് ഓഫ് ദി തൃതീയ സ്കന്ധം ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഏകാദശത്തിലുള്ള വൈരാഗ്യം സിദ്ധിപ്പാനുള്ള ഉപദേശങ്ങളൊക്കെ ഈ തൃതീയ സ്കന്ധത്തിലുണ്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. സർവ പദാർത്ഥങ്ങളായി കാണപ്പെടുന്നത് പരമാർത്ഥ തത്വമായ ബ്രഹ്മമായിരിക്കെ ഭേദഭാവനയ്ക്ക് കാരണമില്ലാത്തതാകുന്നു. അതിന് വിരോധമായിട്ട് ഓരോന്നും വെവ്വേറെയുള്ള ഭ്രമം ആർക്കുണ്ടാകുന്നുവോ അവരുടെ ആ ഭ്രമത്തെ നിരാകരിക്കുന്നതിന് പരിശ്രമം ആവശ്യമാകുന്നു. പരിശ്രമം ഇല്ലാതെ കണ്ട് ഒരു കാര്യം നടക്കില്ല. സദാസേവ്യ, പരിശ്രമിക്കണം. ശാസ്ത്രവാക്യത്തിൽ വിശ്വാസം. ഇത് ശാസ്ത്രവാക്യങ്ങളാണ്, അതിൽ വിശ്വാസം വേണം. അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളേനെ അച്ഛാ എന്ന് നമ്മൾ ഉപാധികളില്ലാണ്ട് വിളിക്കുന്നുണ്ട് അല്ലേ? അതേമാതിരി ഗുരു ഉപദേശിക്കുന്ന വെളിച്ചം വീശുന്ന ശാസ്ത്രങ്ങളെ നമ്മൾ വിശ്വസിക്കണം. അതാണ് വാക്യത്തിൽ വിശ്വാസം. വാക്യത്തിൽ വിശ്വാസം സർവേശ്വരനിൽ പരമപ്രേമ ലക്ഷണമായിരിക്കുന്ന ഭക്തി, യമനിയമാദികളായിരിക്കുന്ന 8 അംഗങ്ങളോടുകൂടിയ യോഗത്തിൻ്റെ നിരന്തരാഭ്യാസം, വിഷയങ്ങൾ ദോഷസ്ഥാനങ്ങളാണെന്നുള്ള ദർശനരൂപമായ വിരക്തി എന്നീ സാധനങ്ങളുടെ സഹായത്താൽ ഇന്ദ്രിയങ്ങളെയും അവയിൽ കൂടെ ചലിക്കുന്ന മനസ്സിനെയും അടക്കുകയും വിഷയാസക്തിയെ നിശേഷം വിടുകയും ചെയ്യുമ്പോൾ സർവാത്മകമായിരിക്കുന്ന തത്വം ബ്രഹ്മം ഒന്നു തന്നെ എന്നുള്ള ദർശനമുണ്ടാവും. അത് നാരായണ ഗുരു പറഞ്ഞതാണെങ്കിലും ചട്ടമ്പി സ്വാമികൾ പറഞ്ഞതാണെങ്കിലും ശങ്കരാചാര്യർ പറഞ്ഞതാണെങ്കിലും നിങ്ങൾ പറഞ്ഞതാണെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. 31-ാമത്തെ ശ്ലോകം. ഇത്യേതൽ കഥിതം ഗുരുവിജ്ഞാനം തദ് ബ്രഹ്മദർശനം യേനാനുബുദ്ധ്യതേ തത്വം പ്രകൃതേ പുരുഷസ്യ ചാം. അതിൻ്റെ വാക്കാർത്ഥം, ഹേ പൂജ്യേ, ബ്രഹ്മത്തിൻ്റെ ദർശനത്തിന് കാരണമായിരിക്കുന്ന ആ ഈ ജ്ഞാനം ഇപ്രകാരം പറയപ്പെട്ടു. യാതൊന്നിനാൽ പ്രകൃതിയുടെയും പുരുഷൻ്റെയും സ്വരൂപം ക്രമത്തിൽ അറിയപ്പെടുന്നു എന്നാണ്. ഇതിനു മുമ്പ് ഭാവാർത്ഥം കേട്ടോ, ഇതിനു മുമ്പ് കഴിഞ്ഞ 8 അധ്യായങ്ങളിൽ കൂടെ പറഞ്ഞതായ സാംഖ്യയോഗത്തിൻ്റെ പ്രയോജനത്തെ സംഗ്രഹിച്ച് കാണിക്കുന്നു. ഹേ പൂജയായ മാതാവേ. ആരാ പറഞ്ഞത്? കപില മഹർഷി. ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണമായിരിക്കുന്നതും ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നതിൽ നിന്ന് ഭേദിക്കാതിരിക്കുന്നതുമായ ജ്ഞാനസ്വരൂപം ഇപ്രകാരം എന്നാൽ പറയപ്പെട്ടു. ഇതിനെ നന്നായി ധരിക്കുമ്പോൾ പ്രകൃതിയുടെയും പുരുഷൻ്റെയും പരമാർത്ഥ നില എന്താണെന്ന് ക്രമത്തിൽ അറിയും. ആ ക്രമത്തിൽ അതാണ് പെട്ടെന്ന് ഒരു സ്ഫോടനം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. ക്രമത്തിൽ അറിയണം. 32-ാമത്തെ ശ്ലോകം നോക്കുക. അതായത് ഇതിൽ 43 ശ്ലോകങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 32-ലായിട്ടേ ഉള്ളൂ. 11 ശ്ലോകങ്ങൾ മുന്നുണ്ട്. നാളെ കഴിയും. അപ്പോൾ പറഞ്ഞു, ജ്ഞാനയോഗശ്ചമന്യഷ്ടോ നൈർഗുണ്യോ ഭക്തിലക്ഷണ. ഭക്തിയുടെ ലക്ഷണം എന്താ? നൈർഗുണ്യം, ഗുണാതീതനായിട്ടിരിക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ ലക്ഷണം. ജ്ഞാനയോഗശ്ചമന്യഷ്ടോ നൈർഗുണ്യോ ഭക്തിലക്ഷണ ദ്വയോരപ്യേകയേവാർത്ഥോ ഭഗവൽ ശബ്ദലക്ഷണ. അതിൻ്റെ വാക്കാർത്ഥം, നിർഗുണ വിഷയമായും എന്നിൽ പര്യവസാനിക്കുന്നതുമായിരിക്കുന്ന ജ്ഞാനയോഗവും ഭക്തിയോഗവും രണ്ടിനും ഭഗവാനെ അറിയിപ്പിക്കുന്നതായ പ്രയോജനം ഒന്നു മാത്രമാകുന്നു. ഭഗവാനെ അറിയാം. നമ്മൾ ഈ പരിശ്രമിക്കണതൊക്കെ എന്തിനാ? കാറ് വാങ്ങാനും ബസ് വാങ്ങാനും ലോറി വാങ്ങാനും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടാവാനൊന്നും അല്ല. ആത്മാവിനെ അറിയാം, ഈശ്വരനെ അറിയാം.
അതായത് ഭഗവാനെ അറിയിപ്പിക്കുന്നതായ പ്രയോജനം ഒന്നു മാത്രമാണ് എന്നാണ് അതിൻ്റെ ഭാവാർത്ഥം. ശ്രദ്ധിക്കുക. ജ്ഞാനയോഗവും ഭക്തിയോഗവും എന്നീ രണ്ട് യോഗങ്ങളുടെയും ഫലം ഒന്ന് തന്നെ. ഒന്ന് മറ്റൊന്നിനേക്കാൾ ഉത്കൃഷ്ടമെന്നോ നികൃഷ്ടമെന്നോ ശങ്കിപ്പാൻ അവകാശമില്ലെന്ന് കാണിക്കുന്നു. അതായത് ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒന്ന് മേലെ ഒന്ന് താഴെ അങ്ങനെയില്ല. ഒന്ന് ഉത്കൃഷ്ടമോ നികൃഷ്ടമെന്നോ ശങ്കിപ്പാൻ അവകാശമില്ലെന്ന് കാണിക്കുന്നു. എന്നിൽ പര്യവസാനത്തോടു കൂടിയ നിർഗുണജ്ഞാനയോഗവും എന്നിൽ പരമപ്രേമത്തോടു കൂടിയിരിക്കുന്നതായ ഭക്തിയോഗവും എൻ്റെ രൂപത്തെ സാധകനെ ബോധിപ്പിക്കുന്നതായ ഒരേ ഫലത്തെ സാധിപ്പിക്കുന്ന രണ്ട് മാർഗങ്ങളെന്ന് മാത്രമല്ലാതെ ഒന്നിന് മറ്റൊന്നതിനേക്കാൾ ഉച്ചനീചഭാവമില്ല. ഏകം അപ്യാസ്ഥിത സമ്യക് ഗുഭയോർവിന്ദതേ ഫലം യൽ സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരഭിഗമ്യതേ. സാഖ്യമെന്നും യോഗമെന്നും പറയപ്പെടുന്ന രണ്ട് മാർഗങ്ങളിൽ ഏതൊന്നിനെ ആശ്രയിച്ചിരുന്നാലും ലഭിക്കുന്ന സ്ഥാനം ഒന്ന് തന്നെയാകുന്നു എന്ന് ഭഗവത്ഗീതയും അനുവദിച്ചിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ രുചിഭേദം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കഴിക്കുക ഒന്ന് മധുരിക്കുക അങ്ങനെയാണോ? അല്ല, രണ്ടും നെല്ലിക്ക പോലെയാണ്. എന്താ നെല്ലിക്ക പോലെ എന്ന് പറഞ്ഞാൽ ആദ്യം ചമർക്കും പിന്നെ മധുരിക്കുന്ന. അപ്പോൾ ഒരേ സ്ഥാനത്തിൽ ചേരുവാനുള്ള രണ്ട് മാർഗങ്ങൾ എന്ന് മാത്രമേ വിചാരിക്കേണ്ടതുള്ളൂ. ഏതു വഴി എളുപ്പമെന്ന് ഏതൊരുവന് തോന്നുന്നുവോ ആ പുരുഷൻ ആ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചു കൊള്ളട്ടെ. രണ്ടുപേരും പരമപ്രാപ്യ അവസ്ഥയിൽ വന്നു ചേരും. മോക്ഷത്തിൽ വന്നു ചേരാതിരിക്കില്ല. അത് പുൽക്കിസനാണെങ്കിലും ഭട്ടതിരി ആണെങ്കിലും അങ്ങനെ പറയാം. 33 യഥേന്ദ്രിയൈ പൃഥഗ്ദ്വാരൈ അർത്ഥോ ബഹുഗുണാശ്രയാ ഏകോ നാനായതേ തദ്വൽ ഭഗവാൻ ശാസ്ത്രവർത്മഭി. ബഹുഗുണങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ബഹുഗുണങ്ങൾക്ക് ഏതേത് ഗുണങ്ങളാണോ അതിനൊക്കെ ആശ്രയമായിരിക്കുന്ന ഒരേ പദാർത്ഥം, അതായത് ബ്രഹ്മം, വെവ്വേറെ മാർഗങ്ങളോടുകൂടിയ ഇന്ദ്രിയങ്ങളാൽ നാനാപ്രകാരത്തിൽ പ്രാപിക്കപ്പെടുന്നത് ഏതു വിധമോ അതുപോലെ ഏകനായ ഈശ്വരൻ ശാസ്ത്രമാർഗങ്ങളാൽ അനേകനായിട്ട് വാദിക്കപ്പെടുന്നു. ഓരോ അവതാരത്തിലും ഓരോ രൂപത്തിലാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. പ്രാപ്യസ്ഥാനം ഒന്നായിരിക്കെ മാർഗഭേദം ഉണ്ടായതെങ്ങനെയെന്ന് കാണിക്കണം. ദർ ഈസ് എ റീസണിങ് ഫോർ എവരിതിങ്. രൂപം, രസം, ഗന്ധം, സ്പർശം എന്ന ബഹുഗുണങ്ങളുടെ ആശ്രയമായിരിക്കുന്ന ഒരേ പദാർത്ഥത്തെ ഓരോ ഇന്ദ്രിയങ്ങൾ ഓരോ വിധം ധരിക്കും. മധുരരസമുള്ള ശർക്കര എന്ന് വിചാരിക്കും. ആ ഒരു പദാർത്ഥത്തെ നേത്രേന്ദ്രിയം ശർക്കര കറുത്തിരിക്കുന്നു, വെളുത്തിരിക്കുന്നു എന്നും നാസിക എന്ന ഇന്ദ്രിയം സുഗന്ധമായിരിക്കുന്ന ദുർഗന്ധമായിരിക്കുന്നു എന്നും ത്വഗിന്ദ്രിയം, അതായത് നമ്മുടെ ഈ തോല് അങ്ങനെ പറയാം, ത്വഗിന്ദ്രിയം മൃദുവായിരിക്കുന്നു പുരുഷമായിരിക്കുന്നു എന്നും രസേന്ദ്രിയം മധുരമായിരിക്കുന്നു ചവർപ്പായിരിക്കുന്നു പുളിപ്പായിരിക്കുന്നു എന്നും ബഹുവിധത്തിൽ ധരിക്കുന്നു. അതുപോലെ ഏകനായിരിക്കുന്ന ഭഗവാനെ ശാസ്ത്രങ്ങൾ അനേക വിധത്തിൽ പറയുന്നു. ജ്ഞാനിയായവൻ ഭഗവാൻ ഗുണാതീതനെന്നും ഭക്തനായവൻ ഭഗവാൻ അനന്തകല്യാണ ഗുണവാൻ എന്നും പറയുന്നു. രണ്ടു വാദവും സത്യം തന്നെ. ഒന്ന് താഴെ ഒന്ന് മേലെ എന്ന് പറയാൻ പറ്റില്ല. ഇനി 34, 35, 36 3 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പോവും. അത് ശ്രദ്ധിക്കുക. ക്രിയയാ ക്രതുഭിർദാനേ തപസ്വാധ്യായമർഷനേ ആത്മേന്ദ്രിയ ജയേനാഭി സന്യാസേന ച കർമ്മണാം
യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ചൈവ ഹി ധർമ്മേണോഭയചിഹ്നേന യഃ പ്രവർത്തി നിവൃത്തിമാൻ ആത്മതത്വാവബോധേന വൈരാഗ്യേന ദൃഢേന ച ഈയതേ ഭഗവാനേഭി സഗുണോ നിർഗുണസ്വദൃഗ്. ഇതാണ് ശ്ലോകം. 3 ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം കേൾക്കുക. യാഗങ്ങൾ കൊണ്ടും പൂർത്തം എന്ന കർമ്മം കൊണ്ടും ദാനങ്ങൾ കൊണ്ടും തപസ്, വേദാധ്യയനം, അർദ്ധവിചാരം ഇവ കൊണ്ടും ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവയുടെ ജയം കൊണ്ടും കർമ്മങ്ങളുടെ സമർപ്പണം കൊണ്ടും, അതായത് എല്ലാ കർമ്മങ്ങളും നിഷ്കാമകർമ്മം എന്ന് പറയും, അനേകം പിരിവുകളോടുകൂടിയ, അനേകം പിരിവുകളെന്ന് പറഞ്ഞാൽ എത്രയോ മുടിയെടുത്തിട്ടാണ് പിന്നെ നമ്മളില്ലേ. അപ്പോൾ യോഗം കൊണ്ടും ഭക്തിയോഗം കൊണ്ടും പ്രവൃത്തിയും നിവൃത്തിയും അടങ്ങിയിരിക്കുന്നത് യാതൊന്നോ 2 വിധ ലക്ഷണങ്ങളോടുകൂടിയ ധർമ്മം കൊണ്ടും ആത്മാവിൻ്റെ തത്വത്തെ അറിയുന്നതുകൊണ്ടും ഉറപ്പായ വൈരാഗ്യം കൊണ്ടും ഇവയാൽ ഗുണപൂർണനും ഗുണാതീതനും സ്വയമേവ പ്രകാശിക്കുന്നവനുമായ, അതിനാണ് വില, സ്വയമേവ പ്രകാശിക്കുന്നതുമായ ഈശ്വരൻ പ്രാപിക്കപ്പെടുന്നു. ഈശ്വരനെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഭാവാർത്ഥത്തോടു കൂടിയിട്ട് നമ്മൾക്ക് പിരിയാം. ഭഗവത് പ്രാപ്തിക്കായിട്ട്, ഭഗവത് പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ചൈതന്യത്തിനെ അറിഞ്ഞ് പെരുമാറുക. ശാസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന മാർഗഭേദങ്ങളെ വിവരിച്ച് കാണിക്കുന്നു. കുളം, കിണർ മുതലായവ ഉണ്ടാക്കി ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന പൂർത്താദികളായ ക്രിയ കൊണ്ടും അനേകവിധങ്ങളായ യാഗങ്ങൾ കൊണ്ടും തുലാപുരുഷാദിദാനങ്ങൾ കൊണ്ടും കൃത്സ്നം, ചന്ദ്രായണം മുതലായ വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നതായ തപസ് കൊണ്ടും വേദാധ്യയനം, വേദാർത്ഥ വിചാരം എന്നിവ കൊണ്ടും അന്ധകരണങ്ങളെ ജയിക്കുന്നതായ ശമം. ഇതൊക്കെ എന്തിനാ? അന്ധകരണത്തിന്, മനസ്സിനെ ജയിക്കുക. ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നതായ ദമം. ഒന്ന് ശമം, പിന്നെ ദമം, പിന്നെ വർണ്ണാശ്രമോചിതങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതെല്ലാം ഭഗവത് പ്രീതിക്കായി സമർപ്പിക്കുന്നത് കൊണ്ടും യമനിയമാദികളായ 8 വിധം ഭേദങ്ങളോടുകൂടിയ യോഗങ്ങളെ അനുഷ്ഠിക്കുന്നത് കൊണ്ടും പരമപ്രേമ ലക്ഷണമായ ഭക്തിയോഗം കൊണ്ടും വിഷയങ്ങളിൽ രാഗമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതായ സകാമകർമാനുഷ്ഠാനം കൊണ്ടും വിഷയാസക്തി നിശേഷം നശിച്ചിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നതായ നിഷ്കാമകർമാനുഷ്ഠാനം കൊണ്ടും. ആ നിഷ്കാമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, സകാമത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്നർത്ഥം. പ്രവൃത്തി മാർഗത്തിലും നിവൃത്തി മാർഗത്തിലും ആത്മാവിൻ്റെ തത്വത്തെ അറിയുന്നതിനാലും സ്ഥിരമായ വൈരാഗ്യത്താലും ഈ എല്ലാവിധങ്ങളായ ഉപായങ്ങളാലും ഓരോരുത്തർ അവരവരുടെ അധികാരത്തിന് ഉപയോഗപ്പെടുന്നതായ ഏതൊരു മാർഗത്തെ ആശ്രയിച്ചാലും സകല കല്യാണ ഗുണപരിപൂർണനും എല്ലാ ഗുണങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നവനും സ്വയമേവ പ്രകാശിക്കുന്നവനുമായ ഏകനായ ഭഗവാനെ പ്രാപിക്കുന്നു. അതാണ് ഇതിൻ്റെ അന്തസത്ത. ഇനി അവസാനത്തെ വാചകം. സകാമത്താൽ പ്രാപിക്കുന്ന സ്വർഗാദി ലോകങ്ങളും ഭഗവത് രൂപങ്ങളാകയാൽ ആ മാർഗം സ്വീകരിക്കുന്നവരും ബഹുജന്മങ്ങൾ കൊണ്ട് മുക്തരായി വരുമെന്നും സാരം. പക്ഷേ നിർഗുണ സേവ ചെയ്യുന്ന സ്പീഡിൻ്റെ അത്ര വരില്ല വേറൊന്നും സഗുണത്തിലുള്ളത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ എന്താ പറയുക, അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടുകൂടി ലോകാ സമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.